ഏതൊക്കെ മലയാളിയോട് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടോ അന്ന് ഞാൻ ആദ്യം കേട്ടത് ആട് തേക്ക് മഞ്ചിയുമാണ്. ഏർലി സീസണും അല്ല, ഓഫ് സീസണിൽ മാംഗോ കിട്ടണമെങ്കിൽ അതെന്തായിരിക്കണം, കെമിക്കലി ഇൻഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നായിരിക്കണം. അപ്പോൾ അവർക്കത് ഭയങ്കര വലിയ മാർക്കറ്റാണ്. കാരണം മാങ്ങ ഇല്ലാത്ത സമയത്ത് ഒരു ടൺ മാംഗോ എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയാണ്. മണി ആൻഡ് മൈൻഡ് സെറ്റ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. എൻ്റെ കൂടെ ഇരിക്കുന്നത് ഉമേഷ് ദാമോദരൻ. യെസ്, ഇദ്ദേഹം ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അതായത് നമുക്ക് പലർക്കും നല്ല പഴച്ചെടികൾ നട്ടു വളർത്താൻ ആഗ്രഹം ഉണ്ടായിരിക്കും, അതിൽ നിന്ന് കായ്ഫലങ്ങൾ തിന്നാൻ ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷെ പലപ്പോഴും നമ്മുടെ തിരക്കുകൾ അല്ലെങ്കിൽ ഫ്ലാറ്റിൽ താമസിക്കുന്നു, ഇതൊന്നും പ്രാക്ടിക്കൽ ആവാറില്ല. നമുക്ക് വേണ്ടി അൽഫോൻസ മാംഗോ 100 ഏക്കർ എസ്റ്റേറ്റ് ഇദ്ദേഹം വളർത്തുന്നുണ്ട്. അതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ റെന്റ് എ ട്രീ എന്നാണ്. നമുക്കൊരു മരം അവിടെ റെന്റ് ചെയ്ത് എടുക്കാം. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് അദ്ദേഹം വരും. എങ്ങനെയാണ് ഈ റെന്റ് എ ട്രീ കോൺസെപ്റ്റ് അതിലേക്ക് വന്നതെന്നുള്ളതും അദ്ദേഹം പറയും. യെസ്, ഇത് അതിന്റെ 2023 അപ്പോൾ ഞാനിങ്ങനെ ബാംഗ്ലൂർക്ക് പോകുന്ന വഴിക്ക് ബൈ ചാൻസിൽ എനിക്കൊരു മാംഗോ എസ്റ്റേറ്റിൽ കയറേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഞാനിങ്ങനെ ആദ്യമായിട്ട് ഇത്രയും ഒരു വലിയ 100 ഏക്കർ മാംഗോസ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത് കാണുന്നത്. അപ്പൊ അവിടെ വെച്ച് ഞാൻ അവിടെ ഒരു മാംഗോ പ്ലക്ക് ചെയ്തപ്പോൾ ആണ് അവിടുന്ന് പെട്ടെന്ന് അവിടെ സെക്യൂരിറ്റി പറയുന്നത് പ്ലക്ക് ചെയ്യാൻ പാടില്ല, വളരെ പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോഴാണ് അതിന് ഇത്രയും എന്തോ ഹൈ വാല്യൂ ഉള്ള ഒരു സംഭവമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ നിന്നാണ് അത് അൽഫോൺസോ മാംഗോ ആണ് എന്നുള്ള ഇൻഫർമേഷൻ എനിക്ക് കിട്ടുന്നത്. അപ്പൊ ഞാൻ ഈ മാംഗോ അന്ന് എനിക്ക് അവിടുന്ന് ഞാനൊക്കെ ഒരു 1.5 ഡസൻ മാംഗോസ് അവരെനിക്ക് തന്നു, ഗിഫ്റ്റ് ആയിട്ട് തന്നു. അതുമായിട്ട് ഞാൻ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി എൻ്റെ ടീംമേറ്റ്സിന് എല്ലാവർക്കും കൊടുക്കുന്നു. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. അറ്റ് ദ സെയിം ടൈം ഞങ്ങളുടെ നെയ്ബേഴ്സിനും ഓരോ മാംഗോ വീതം കൊടുത്തു. അപ്പൊ അതായിരുന്നു എന്റെ ടേണിംഗ് പോയിന്റ്. അപ്പൊ അവിടുന്ന് അവരതിൽ ഒരു ഫാമിലി അതിനെ ഭയങ്കരമായിട്ടും വെൽക്കം ചെയ്തു. ഓക്കെ, അപ്പൊ അതിൻ്റെ അകത്ത് ഒരു മാഡം ഉണ്ടായിരുന്നു. ആ മാഡം നോർത്തിൽ നിന്നുള്ള ആളാണ്, ആസാം സ്വദേശിയാണ്. അപ്പൊ അവരിതിൻ്റെ അകത്തൊരു കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചു. അപ്പം ഇതിനോട് ഈ മാംഗോ കൊടുത്ത ആ ഒരു പരിചയത്തിന്റെ പുറത്താണ് അവരെന്നെ ഒരു പ്രൈവറ്റ് ഫംഗ്ഷൻ ഇൻവൈറ്റ് ചെയ്യുന്നത് അവരുടെ ഫാമിലിയിൽ. ഓക്കെ, അവിടെ വെച്ചിട്ട് അവരെന്റെ അടുത്ത് മാങ്ങാ ബന്ധം. അപ്പൊ അവരെന്നെ പ്രൈവറ്റ് ഫംഗ്ഷനിൽ വെച്ചിട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരു മാംഗോ എസ്റ്റേറ്റ് ഉള്ള ഒരാളായിട്ടാണ്. അപ്പൊ അവിടെ നിന്നും ഒരു ഫാമിലി മെമ്പറാണ് എന്നോട് ചോദിക്കുന്നത്, ഞങ്ങൾക്ക് ഇങ്ങനെ ഇനഫ് മാംഗോസ് നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഞാൻ പറഞ്ഞു യെസ് ഓഫ് കോഴ്സ് തരാം. കാരണം ഇവിടുന്ന് ഞങ്ങൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്താൽ നമുക്ക് കുറച്ച് ബെനിഫിറ്റ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അവിടുന്ന് പെട്ടെന്ന് ഒരാൾ ഒരു ചോദ്യം ചോദിക്കുന്നു, ലൈക്ക് ഞങ്ങൾക്ക് കുറച്ച് മാംഗോ ഒന്നും പോരാ, ഒരു ട്രീയില് മുഴുവൻ മാംഗോ കിട്ടിയാലേ ഈ ഫാമിലിക്ക് തികയത്തുള്ളൂ. അപ്പൊ ഞാൻ ബ്ലൈൻഡ്ലി അവരോട് കമ്മിറ്റ് ചെയ്യുന്നു, ഓക്കെ ഒരു ട്രീയിലെ മുഴുവൻ മാംഗോ നിങ്ങൾക്ക് തരാം. ഫ്രം ദാറ്റ് പോയിന്റ് അവർ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തു. ഒരു ട്രീയിലെ മാംഗോ മുഴുവൻ ഞങ്ങൾക്ക് തരും, ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഓക്കെ, ഇതെങ്ങനെ പ്രാക്ടിക്കലി എന്താണ് എക്സിക്യൂട്ട് ചെയ്യും? അപ്പോ അതിൻ്റെ അകത്തുനിന്ന് ആ മാം ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ തരുവാണെങ്കിൽ ആ തരുന്ന ട്രീയെ നിങ്ങൾ എന്താണോ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഇത് ടോർച്ചർ ചെയ്യുമോ? അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് തരുന്ന മാംഗോ ആ മാവിനെ ടോർച്ചർ ചെയ്യാൻ പാടില്ല. കാരണം ആ മാവ് ഹാപ്പി ആയിരിക്കണം. അപ്പൊ ഹാപ്പി മാംഗോ ആയിരിക്കും അതിൽ വരിക. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്, അതാണ് ഞങ്ങളുടെ ഫാമിലിയുടെ ഹാപ്പിനെസ്. ഇങ്ങനെ അവര് പറയുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. ഈ നോർത്ത് ഇന്ത്യൻസിനെ സംബന്ധിച്ച് ഈ അപ്പൂസ് വന്നിട്ടൊരു വികാരമാണ്. അപ്പൊ അവർക്ക് ശരിക്കും നമ്മുടെ അൽഫോൻസ എന്ന് പറയുന്ന ഒരു അവർ ഹപ്പൂസ് എന്നാണ് പറയുന്നത്. ഈവൻ അവർ ആസാം ഏരിയ ആണെങ്കിലും അവർക്ക് മഹാരാഷ്ട്രയായിട്ട് നല്ല കണക്ഷൻ ആണ്. ഓക്കെ, നമുക്ക് കഥയിലേക്ക് പോവാം. യെസ്, അപ്പൊ അങ്ങനെ അവർക്ക് ആ ഹപ്പൂസിനോടുള്ള ആ വലിയ ഇഷ്ടം ഞാൻ അവിടെ നിന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അത് അവർക്കൊരു ഭയങ്കര ഇമോഷൻ ആണെന്ന് ഞാൻ മനസ്സിലാക്കി. അതായത് അവരൊരു മരത്തിനെ ഒരു മെമ്പറിനെ പോലെ തന്നെയാണ് കാണുന്നത്. അതായത് കെമിക്കൽ ഉപയോഗിച്ചോ അതിനെ ടോർച്ചർ ചെയ്തോ പ്രൊഡക്ഷൻ കൂട്ടിയോ ഒന്നും ചെയ്തതിനെ അവരൊരിക്കലും എന്തെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ കിട്ടുമോ എന്നുള്ള ചോദ്യത്തിന് അപ്പൊ ഞാൻ ബ്ലൈൻഡ്ലി യെസ് എന്ന് പറഞ്ഞു. പിന്നെ അത് എങ്ങനെ കൊടുക്കാം എന്നുള്ളതായി നമ്മുടെ അന്വേഷണം. അപ്പൊ അവിടെയാണ് ഒരു ട്രീയെ ഞാൻ നിങ്ങൾക്ക് വാടകയ്ക്ക് തരാം. കാരണം എന്താണ്, ഞാൻ നട്ടു വളർത്തിയതല്ല ഇത് മാവ്, ഞാൻ ലീസിന് എടുത്ത പ്ലാന്റേഷൻ ആണ്. അപ്പൊ ഞാനൊരു പ്ലാന്റേഷനെ ലീസിന് എടുത്ത് ടേക്ക് കെയർ ചെയ്യുന്നു. അതിൽ നിന്നൊരു ട്രീയെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരാൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുക്കും. അപ്പൊ ആ ഡെഡിക്കേറ്റഡ് ആയിട്ട് കിട്ടുമ്പോൾ അവർക്ക് എന്താണ്, അതിന്റെ മരത്തിൽ നടക്കുന്ന എല്ലാ ചേഞ്ചസും റെഗുലർ ആയിട്ട് ലൈവായിട്ട് അറിയാനുള്ള ഒരു അവസരം വേണം. ഓക്കെ, അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. പലപ്പോഴും കേരളത്തിലെ ആട് തേക്ക് മാഞ്ചിയം എന്ന് പറഞ്ഞൊരു കാലഘട്ടത്തിൽ ഒരുപാട് തട്ടിപ്പ് ഈ മേഖലയിൽ നടന്നിട്ടുണ്ട്. ഈ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവത്തില്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നപ്പോ
ഇത് ആദ്യം ആക്സെപ്റ്റ് ചെയ്തത് മലയാളികളാണോ അതല്ല കേരളത്തിന് പുറത്തായിരുന്നു? കേരളത്തിന് പുറത്തുള്ളവരാണ്. കാരണം അവരാരും അവര് ചൂടുവെള്ളത്തിൽ വീണിട്ടില്ല. അവരാരും ആട് മാഞ്ചിയത്തിലല്ല അങ്ങനെയുള്ളതിനെ പറ്റി ഒന്നല്ല കേട്ടിട്ടുള്ളത്. അവരെപ്പോഴും ഈ മണി പ്രോസസിനെ പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ അവരോട് പറയുന്നതിൽ നമ്മളിത് പ്ലാന്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടല്ലല്ലോ റിട്ടേൺ കൊടുക്കുന്നത്. അവര് കേട്ടിട്ടുള്ള ഏറ്റവും കൂടുതലും സാൻഡൽവുഡ് സ്കാംസ് ആണ്. ഓക്കെ, പക്ഷേ ഇതിൽ സംതിങ് ഒരു ഫ്രൂട്ടിന്റെ ടൈം സൈക്കിൾ അത്രേ ഉള്ളൂ. ഒരു സീസൺ, ഒരു ഹാർവെസ്റ്റ് സീസണിലേക്ക് വേണ്ടി മാത്രമാണ്. ശരിക്കും പറഞ്ഞ ഒരു 6 മാസം തൊട്ട് 1 വർഷത്തെ റിസ്ക് 6 months ഉള്ളൂ. ഓക്കെ, കാരണം നമ്മൾ അവരുടെ ഡേറ്റ ഒക്കെ ഷെയർ ചെയ്യുമ്പോഴും ഒരു ട്രീ ഫ്ലവറിങ് ചെയ്ത് കഴിയുമ്പോഴാണ് അവരെന്ത് ചെയ്യുക, അവർ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, ഒരു ട്രീ റെന്റിന് എടുക്കുന്നതിന്റെ റെന്റൽ എമൗണ്ട് മുഴുവൻ പേ ചെയ്യുന്നത്. അപ്പോ സത്യത്തിൽ നിങ്ങൾക്കൊരു കസ്റ്റമർ ബേസ് ഉണ്ടാവുന്ന ഒരു ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ? അതെ അതെ. അപ്പൊ എങ്ങനെയാണ് ഈ പ്ലാന്റ് നിങ്ങളുടെ വാടകയ്ക്ക് എടുത്ത ആൾക്കാർക്ക് ഈ പ്ലാന്റ് എങ്ങനെയാണ് അതിന്റെ ട്രാൻസ്പെറൻസി നിങ്ങൾ കീപ്പ് ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു പ്ലാന്റ് വാടകയ്ക്ക് എടുത്തു, ഒരു പ്ലാന്റിന് പ്രൊഡക്ഷൻ എത്രയാണ് ഏകദേശം നിങ്ങളുടെ കാൽക്കുലേഷനിൽ? അത് ഓരോ ട്രീഡും ക്യാരക്ടർ അനുസരിച്ചാണ്. അതായത് നമ്മുടെ പാസ്റ്റ് ഡേറ്റ അനുസരിച്ച് നമ്മുടെ എക്സ്പീരിയൻസും വെച്ചിട്ട് നമ്മൾ ഓരോന്നിനും ഒരു ആവറേജ് പ്രൊഡക്ഷനെ പറ്റി നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്. ഞങ്ങൾ ഇപ്പോൾ ലിസ്റ്റ് ചെയ്ത എല്ലാ ട്രീകളും ഒരു 15 to 20 ഡസൻ മാംഗോ, ബെസ്റ്റ് ക്വാളിറ്റി മാംഗോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്രീകളായിരുന്നു. അത് കെജിയിലോട്ട് കൺവേർട്ട് ചെയ്താൽ 60 kg. ഓക്കെ, ഒരു 45 to 60 kg മാംഗോ, ബെസ്റ്റ് ക്വാളിറ്റി മാംഗോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്രീകളെയാണ് ഞങ്ങൾ ലിസ്റ്റ് ചെയ്തത്. ആകെ 100 ട്രീകളെ മാത്രമേ ലിസ്റ്റ് ചെയ്തുള്ളൂ. ഈ 100 ഏക്കറിൽ ആകെ 100 ട്രീ ആണ്. അതെ അതെ. ടോട്ടലി നമുക്ക് 10,000+ ട്രീസ് ആണ് അവിടെ ഉള്ളത്. അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് 100 ട്രീ ആണ് നമ്മൾ ലിസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ രീതി എന്ന് വെച്ചാൽ ഒരു പ്ലാന്റേഷന്റെ 10% വരെ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ട്രീയെ ലിസ്റ്റ് ചെയ്യത്തുള്ളൂ ഓൺലൈനിലോട്ട്. ഓക്കെ, അപ്പൊ അതിൽ ഏറ്റവും ബെസ്റ്റ് ട്രീ ആയിരിക്കും അത്. അതായത് ഓൺലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോർട്ടല്, അതെ, നമ്മളൊരു വെബ്സൈറ്റ് ചെയ്തിട്ടുണ്ട്, ഇ-കൊമേഴ്സ് പോലെ. അതിൽ ഓരോ ട്രീയെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് പ്രൊഫൈൽ പോലെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നും ഈ 100 എണ്ണം ഇപ്പൊ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരാൾക്ക് എന്ത് ചെയ്യാം, ഇഷ്ടമുള്ള ഒരു ട്രീ എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. അതാണ് ഞാൻ കണ്ടത്. ഓരോരുത്തരുടെ പേരില് അതെ അതെ, ബാംഗ്ലൂർ ട്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ലിസ്റ്റ് ചെയ്ത്. അപ്പൊ ഡേറ്റ മുഴുവൻ പബ്ലിക് ആണ്. ആരാണ് എടുത്തിരിക്കുന്നത്, ആ ട്രീയുടെ ഓണർ ആരാണെന്നുള്ള കാര്യം ഡേറ്റ മുഴുവൻ പബ്ലിക് ആണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ട്രീയുടെ ഫ്ലവറിംഗ് മൊമെന്റ് മുതൽ എവറി വീക്കിലും ഒരു 360-degree വീഡിയോ നമ്മൾ എടുക്കുന്നുണ്ട്. അത് അതിന്റെ കെയർ ടേക്കറാണ് എടുക്കുന്നത്. അപ്പൊ അത് ഇതിലോട്ട് ഇതിൽ വന്ന് വരും, ഈ പ്രൊഫൈലിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്ട്രൈറ്റ് അപ്ലോഡ് ചെയ്യും. അത് പബ്ലിക് ഡേറ്റയാണ്. അറ്റ് സെയിം ടൈം റിയൽ ടൈമിൽ അതിന്റെ ലിങ്ക് ഈ ഓണറുടെ വാട്സ്ആപ്പിലോട്ട് പോകുന്നുണ്ട്, നമ്മൾ അയക്കുന്നുണ്ട്. അപ്പൊ അവരത് വാട്സ്ആപ്പിലൂടെ ജസ്റ്റ് വ്യൂ ചെയ്യുന്നു. ശരിക്കും ഇതെന്താവുന്നുണ്ട്, പബ്ലിക് ആയിട്ട് കൂടെ ലിസ്റ്റ് ആവുന്നുണ്ട്. ഇപ്പൊ ഈ ഫാം നിൽക്കുന്നത് ഡിണ്ടിഗലാണ്, ഒരു ഫാം. അതെ, ഞങ്ങൾ എടുത്തിരിക്കുന്നതിൽ ഒരെണ്ണം ഉള്ളത് ഫാം ഡിണ്ടിഗലാണ്. ഏറ്റവും വലിയ പ്രോപ്പർട്ടി ഇപ്പോൾ ഉള്ളത് ഡിണ്ടിഗലാണ്. അതുപോലെ തന്നെ ഈ ഉണ്ട്, മുതലമടയില് രത്നഗിരി ഭാഗത്ത് ആ ബെൽറ്റിലുണ്ടല്ലോ, അതായത് കൊങ്കൺ റീജിയനിലുണ്ട്. അവിടെ 2 പോയിന്റുകളുണ്ട്. ഓക്കെ, അപ്പൊ ഈ സ്ഥലം വേണമെങ്കിൽ വിസിറ്റ് ചെയ്യാം. അതെ, അപ്പൊ ഈ ആളുകൾക്ക് നമ്മുടെ ട്രീ നേരിട്ട് വന്ന് കാണാനുള്ള പ്രൊവിഷൻ ഉണ്ട്. പിന്നെ അവർക്ക് അതിൻ്റെ അകത്ത് അതിന്റെ എല്ലാ ആക്ടിവിറ്റിയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതായത് ഒരു ഹാർവെസ്റ്റിംഗ് വേണമെങ്കിൽ, അതായത് ട്രീയുടെ പ്രൂണിങ് മുതൽ പ്രൂണിങ് സ്റ്റേജ് മുതൽ ഓരോ സ്റ്റേജിലും അവർക്ക് വേണേ വരാം, അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു ഹാപ്പിനെസ് കൂടി കിട്ടുന്നു. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഇതിലോട്ട് അക്സെപ്റ്റ് ആയത് ബാംഗ്ലൂരിയൻസ് ആണ്. ഐ തിങ്ക് ദേ ആർ റെഡി ടു എക്സ്പീരിയൻസ് ഓൾ ദിസ് ക്രേസിനെസ്. ഓക്കെ, അപ്പൊ അവർക്ക് പെട്ടെന്ന് ഇതിലൊരു ഇൻട്രസ്റ്റ് വന്നു. അപ്പൊ അതിൽ ഹാർവെസ്റ്റ് എടുക്കുന്നതിനൊക്കെ അവർക്ക് സമ്മർ സീസണിലാണ് ഹാർവെസ്റ്റ് വരിക. ഇത് കെമിക്കലി ഇൻഡ്യൂസ്ഡ് അല്ലാത്തത് കൊണ്ടും നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലവറിംഗ് ആയതുകൊണ്ട് നമുക്ക് നോർമലി ഫ്ലവറിംഗ് സംഭവിക്കുക ഡിസംബർ ജനുവരി ടൈമിലാണ്. ഇത് കെമിക്കൽ ഇൻഡ്യൂസ് ചെയ്യില്ലേ? അല്ല, കാരണം ഇപ്പൊ നമ്മുടെ ഇതിലെ ഫാമിൽ അത് ചെയ്യുന്നില്ല. നമ്മുടെ ഫാമിൽ അതില്ല. അതുകൊണ്ട് നാച്ചുറൽ ആയിട്ട് നിങ്ങൾ പറയുന്നത് ഇത് ഓർഗാനിക്കലി ഗ്രോൺ ആണ്. ഇത് ഓർഗാനിക്കലി പ്രൊഡ്യൂസ്ഡ് എന്നാണ്. കാരണം ഓർഗാനിക്കലി സർട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ 3 year ഇത് സർട്ടിഫിക്കേഷനോട് കൂടിയല്ല. കാരണം നമ്മൾ ഇതിന്റെ അകത്ത് ഒരു ഇയർ സൈക്കിളിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ടും പബ്ലിക് ആക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് ഓർഗാനിക് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ക്രൈറ്റീരിയസ് ഒക്കെ വേറെ 3 year വേണം. അങ്ങനെ സംഭവം. അപ്പൊ അതിൽ കുറെ ക്രൈറ്റീരിയസ് ഉണ്ട്. ഓക്കെ, ഇതിന്റെ അകത്ത് നമ്മൾ അതിനകത്ത് എക്സ്റ്റേണലി ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. അത് ലെക്സ് എക്സ്റ്റേണൽ ഇൻപുട്ട് എന്നാണ്. എന്ന് വെച്ചാൽ അതിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ കൊടുക്കണം. എന്ന് വെച്ചാൽ അതിനകത്ത് അതിന്റെ വളം എന്ന് പറയുന്നതാണ് നമുക്ക് കൊടുക്കണം. കാരണം സേഫ് ടു ഈറ്റ് കാറ്റഗറിയിലാണ്. അതെ അതെ. കാരണം നമുക്ക് ഞാനൊരു കുറച്ച് സംശയങ്ങൾ ചോദിക്കുകയാണ്. കാരണം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത്. എനിക്കൊരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ കുറച്ച് സംശയങ്ങൾ ഞാൻ ചോദിക്കുകയാണ്.
മാങ്ങ ഇപ്പൊ സത്യത്തിൽ ഒരു ഭയപ്പെടുത്തുന്ന വസ്തുവായിട്ട് മാറി. അതെ 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 നമ്മൾ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ മാങ്ങ എടുക്കാൻ നമുക്ക് ഭയമാണ്. അതെ അതെ കൈകൊണ്ട് ടച്ച് ചെയ്യാൻ പോലും നമുക്കൊന്നും പേടിയാണ്. ഇപ്പോൾ അത് പണ്ട് നമ്മുടെ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടുമാവുകളിൽ കയറിയും പറിച്ചും കഴിച്ചും അത് കടയിലേക്കൊന്നും സാധാരണ പോവാറില്ല. പിന്നീട് എനിക്ക് തോന്നുന്നു ചെറിയ ചെറിയ ഫാമേഴ്സ് കടകളിലേക്ക് ചെറുതായിട്ട് കൊടുക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ കച്ചവടക്കാർ നാട്ടിൽ വന്ന് മാങ്ങ കൊണ്ടുപോകാൻ തുടങ്ങി. ആ സമയത്താണ് ഞാൻ ഒരു കാര്യം നോട്ടീസ് ചെയ്യുന്നത്. ഇവർ കച്ചവടക്കാർ കൊണ്ടുപോകാൻ പോകുന്ന മാവുകൾ, ഞങ്ങളുടെ നാട്ടിലെ തൃശ്ശൂർ ഭാഗത്ത് പ്രിയോ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. ശരി. ഇതിന് മുഴുവൻ അവര് ഒരു തരം കെമിക്കൽ സ്പ്രേ ചെയ്യുന്നുണ്ട് ഫ്ലവറിങ് കഴിഞ്ഞു ഉടനെ. അപ്പൊ എനിക്ക് മനസ്സിലാവുന്ന ഒരു ഈച്ച അതില് വരുന്നുണ്ട്, അത് എഗ് ഇടുന്നുണ്ട്, അത് ഈ പഴം ആവുന്ന സമയത്ത് വന്നിട്ട് അതിന്റെ അത് പുഴു രൂപത്തിൽ പുറത്തേക്ക് വരുന്നു. അതാണ് ഈ മാങ്ങ. അത് ഇല്ലാതിരിക്കാനാണ് ഇവർ ചെയ്യുന്നതെന്ന് മനസ്സിലായി. പിന്നീടാണ് മനസ്സിലാവുന്നത് ഇതിൽ വളരെ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസും അവർ യൂസ് ചെയ്യുന്നു. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിനേക്കാൾ വളരെ കൂടുതൽ ക്വാണ്ടിറ്റി യൂസ് ചെയ്യുന്നു. ഒരു പ്രാവശ്യം ഉപയോഗിക്കുന്നതിന് അത് മന്ത്ലി 4-5 പ്രാവശ്യം അടിക്കുന്ന ആൾക്കാർ. അതെ, അതിന്റെ ഒരു സൈക്കിൾ പറഞ്ഞല്ലോ. ഞാൻ ഇതിന്റെ ഒരു 2 year റിസർച്ച് നടത്തിയപ്പോ അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു മാംഗോ അതിന്റെ മെച്യൂരിറ്റി എത്താൻ വേണ്ടിയിട്ട് 90 to 120 days ആണ് വേണ്ടത്. ഓക്കെ, ഫ്രം ഫ്ലവറിംഗ് സ്റ്റേജ്. ഓക്കെ, അപ്പൊ ഫ്ലവറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു കൊമേഴ്ഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള എല്ലാവരും സ്പ്രേയിങ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അത് സ്പ്രേയിങ് സ്റ്റാർട്ട് ചെയ്യും, ഹോർമോൺ സപ്ലൈ ചെയ്യും. അങ്ങനെയാണ് പരമാവധി ഒരു മരത്തിനെ പൂ എടുക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നത്. അതിനുശേഷം അത് പിഞ്ച് സെറ്റ് ആവുന്ന പോയിന്റ്, അത് പിഞ്ച് എന്താണ് അത് മെച്യൂരിറ്റി വളരുന്ന സമയം, അത് വലുതാകുന്ന സമയം, പിന്നീട് അതിന് സൈസ് വെക്കുക, ഷേപ്പ് ഉണ്ടാകുക, പോളിഷ് കിട്ടുക, എല്ലാ കാര്യത്തിനും അവർ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും. അതായത് ടോക്സിക് ആയിട്ടുള്ള സാധനം തന്നെയാണോ അത്? ആക്ച്വലി അതിനകത്ത് എന്താണ് നമ്മുടെ ഗ്രീൻ റെവല്യൂഷന്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ അപ്ലൈ ചെയ്യാമെന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ നല്ല വിലയുണ്ട് ആ മെഡിസിൻസ് ഒക്കെ വാങ്ങിക്കണമെങ്കിൽ. പക്ഷെ ഇവ എപ്പോഴും ബ്ലാക്ക് മാർക്കറ്റിൽ എന്ത് കിട്ടും, വില കുറഞ്ഞ ഓൾട്ടർനേറ്റീവുകൾ കിട്ടും. അതാണ് കൊമേഴ്ഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ ഉള്ളവർ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പൊ അത് അവർ വാങ്ങിച്ചിട്ട് ഇതിന്റെ അകത്തോട്ട് അടിച്ചുകൊണ്ടേയിരിക്കും. അതായത് ഒരു 90 to 120 days അവർ 9 to 11 times ഒക്കെയാണ് എന്ത് ചെയ്യുക, സ്പ്രേ നടത്തുക. അതായത് ആവറേജ് 10 days ഈ ട്രീ എന്താണ് ഒരു ഫുൾ റൗണ്ട് സ്പ്രേയിൽ മുക്കും. ഓക്കെ, അപ്പൊ അത്രയും റൗണ്ട് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഹാർവെസ്റ്റിലോട്ട് പോവുക. ഇതിനു മുന്നേ ഈ ഹാർവെസ്റ്റ് നേരത്തെ ആവുന്നതിന് വേണ്ടിയിട്ട് അവർ ഈ ട്രീയിൽ എന്ത് ചെയ്യും, അത് ഡയറക്റ്റ് മണ്ണിലേക്ക് എന്ത് ചെയ്യും, കെമിക്കൽസ് അപ്ലൈ ചെയ്യും. അപ്പോൾ ഡയറക്റ്റ് മണ്ണിൽ കെമിക്കൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്ലവറിങ് നമുക്ക് എന്ത് ചെയ്യാം, ഷെഡ്യൂൾ ചെയ്യാം. അപ്പോൾ ഷെഡ്യൂൾ, അതുകൊണ്ടാണ് ഈ വെരി ഏർലി സ്റ്റേജിൽ വരുന്ന മാംഗോസ് കൺസ്യൂം ചെയ്യുന്നത് സൂക്ഷിച്ച് വേണമെന്ന് പറയുന്നത്. കാരണം സീസൺ അല്ലാതെ, ഏർലി സീസണും അല്ല, ഓഫ് സീസണിൽ മാംഗോ കിട്ടണമെങ്കിൽ അതെന്തായിരിക്കണം, കെമിക്കലി ഇൻഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നായിരിക്കണം. അപ്പോൾ അവർക്കത് ഭയങ്കര വലിയ മാർക്കറ്റാണ്. കാരണം മാങ്ങ ഇല്ലാത്ത സമയത്ത് ഒരു ടൺ മാംഗോ എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയാണ്. അതായത് എനിക്ക് തോന്നുന്നു അൽഫോൺസോയുടെ സീസൺ തുടങ്ങുമ്പോൾ മാംഗോ പ്രൈസ് 380-420 റേഞ്ചിലാണ്. അതായത് ജനുവരിയിലൊക്കെ ജനുവരി ഫെബ്രുവരിയിലും അൽഫോൺസോ മാംഗോയുടെ റേറ്റ് എന്ന് പറയുന്നത് പെർ kg ഇൻ ഹോൾസെയിൽ ഇറ്റ്സ് 350 to 450. അപ്പോൾ ആ സമയത്ത് ഒരു ഡസൺ മാംഗോ കിട്ടണമെങ്കിൽ 5,000 to 6,000 കൊടുത്ത് വാങ്ങിക്കുന്നവരുണ്ട് ഒരു ഡസൺ. കാരണം അന്ന് അത്രയും അവൈലബിലിറ്റി കുറവാണ്. പിന്നെ ഇത്രയും എന്താ പറയാ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന അത്രയും കിങ് ഓഫ് മാംഗോ എന്നറിയപ്പെടുന്ന ഈ അൽഫോൺസോ മാംഗോയ്ക്ക് അത്രയും ഡിമാൻഡാണ് ആ സമയത്ത്. അതാണ് കൊമേഴ്ഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവിൽ തിങ്ക് ചെയ്യുന്ന എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും അപകടങ്ങൾ പതിഞ്ഞിരിക്കുന്നുണ്ട്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ മാംഗോ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാനും ഈ ചാമരാജനഗർ അവിടേക്കും വന്നിട്ട് ചില ഫാമുകളിൽ പോയിട്ടുണ്ട്. സാധാരണ റൈപ്പൺ ആവാൻ വേണ്ടി 120 days മെച്യൂരിറ്റി വേണം, അങ്ങനെയല്ലേ പറയുന്നത്, അതായത് ആ ട്രീയിൽ നിൽക്കണം. അതെ, അത് പക്ഷെ 80-ലും 90-ലൊക്കെയാണ് ഇത് പറിച്ചു കൊണ്ടുവരുന്നത്. അതെ അതെ. അപ്പൊ ഇത് പഴുപ്പിക്കാൻ വേണ്ടി അഗൈൻ നിങ്ങൾ പറഞ്ഞൊരു പ്രൊസീജിയർ പറഞ്ഞു, അതായത് മറ്റു ഫാമുകൾ ഉപയോഗിക്കുന്നത്. അതെന്താണ്? അത് കെമിക്കൽസ് ഉണ്ടല്ലോ. ഇപ്പം എത്തിലീൻ ഗ്യാസ്, അത് നമ്മൾ സ്കൂളിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. റൈപ്പനിങ്ങിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് എത്തിലീൻ ഗ്യാസ് ആണ്. അപ്പോ ഇവര് അതിനേക്കാൾ വളരെ ഇന്റൻസിറ്റി കൂടിയ കാൽസ്യം കാർബേറ്റ്, അത് കാർസിനോജനിക് ആയിട്ടുള്ള അതായത് ക്യാൻസറിന് സാധ്യതയുണ്ട്. അതെ, ക്യാൻസറിന് കാരണമാവുന്ന കാൽസ്യം കാർബൈഡ് ഉണ്ടല്ലോ. അതായത് ഇവിടെ നമ്മൾ പറയുന്ന കാർബൈഡ് എന്ന് പറയുന്ന അത് അപ്ലൈ ചെയ്യും. അതെന്ന് വെച്ചാല് ഒരു തുള്ളി, അതായത് 10 ml മതി. അത് അവരെന്താ ഒരു വെള്ളത്തിലേക്ക് ലയിപ്പിക്കും. ഓക്കെ, എന്നിട്ട് അപ്ലൈ ചെയ്യും. അതെ, ഈ 10 ml എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം 1 ലിറ്റർ കുപ്പി ഉണ്ടല്ലോ, അതിലേക്കാണ് അത്രയും മതി. അതെടുത്തിട്ട് അവർ ചെയ്യുന്ന വെച്ചാൽ ഈ പാക്ക് ചെയ്യുന്ന സമയത്ത് അവർ ഓരോ ലെയർ ആയിട്ട് എന്ത് ചെയ്യും,
ഇതിൽ സ്പ്രേ ചെയ്യും. ഓക്കെ, അപ്പൊ അത് ചെയ്താൽ അതിന്റെ 48 മണിക്കൂർ കൊണ്ട് നല്ല പച്ചയായിട്ടിരുന്ന മാങ്ങ നല്ല പഴുത്ത മാങ്ങയിട്ട് മാറും. പക്ഷെ എനിക്കൊരു അവിടെ സംഭവിക്കുന്നത് അതിന്റെ കളർ എന്താണ്, അതിന്റെ സ്കിൻ കളർ മൊത്തം ചേഞ്ച് ആവും, അകം കുറച്ചെന്താണ് ഒന്ന് പഴുത്തത് പോലെയാവും. അപ്പൊ അതുകൊണ്ടാണ് ആക്ച്വലി ഇതിന് പുളിപ്പോട് കൂടി എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത്. കാരണം ഇവരിങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ഇവര് 80% മച്യൂരിറ്റിയിൽ മാംഗോ പ്ലക്ക് ചെയ്തെടുത്തിട്ട് അവരിതിനെ ട്രാൻസ്പോർട്ട് ചെയ്യും മാർക്കറ്റിലോട്ട്. എന്നിട്ട് അവർ പിന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഗോഡൌണിൽ കുറച്ചെല്ലാം ഹോൾഡ് ചെയ്യും. എന്നിട്ട് ഇവർക്ക് എപ്പോ എവിടെ എങ്ങനെ വിൽക്കണോ അവിടെ വിൽക്കത്തക്ക രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ റൈപ്പനിങ് സ്റ്റേജിലോട്ട് മാറ്റുക. അപ്പൊ അതായത് അവർക്ക് പെരിഷബിൾ ലോസ് പരമാവധി കുറച്ച് മാക്സിമം വിലയ്ക്ക് ഇതിനെ വിൽക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അപ്പൊ അതാണ് ആക്ച്വലി ഇവിടെ ആളുകൾ കൂടുതലും കൺസ്യൂം ചെയ്യുന്നത്. എസ്പെഷ്യലി ഞാൻ തമിഴ്നാട്ടിൽ വെച്ച് ഞാൻ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്ത കാര്യം, അവര് പറയുന്നത് കേരള പസങ്ങൾക്ക് ഇതുതാൻ പോതും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവിടുന്ന് ട്രക്ക് എത്ര സമയം കൊണ്ട് ഏത് പോയിന്റിൽ എത്തണോ ആ സമയം അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അവർ അപ്ലൈ ചെയ്യുന്ന മെഡിസിന്റെ ഗ്രേഡിയന്റ് അവർ തീരുമാനിക്കുന്നത്. അത്രയും പ്രിസിഷനിലാണ് അവരെന്ത് ചെയ്യുന്നത് ഇതിന്റെ. അപ്പൊ ഈ കേരള പസങ്ങള് ഒരു മാംഗോ സീസൺ കഴിയുമ്പോ എത്ര പേര് RCCയിൽ പോകുന്നുണ്ടോ? നല്ലൊരു ശതമാനവും പോകുന്നുണ്ടാവാം. എന്നുവെച്ചാൽ നമ്മൾ ഒരു സിഗ്നിഫിക്കന്റ് നമ്പർ ഇപ്പം അതുപോലെ ഇതുപോലുള്ള കൺസെപ്ഷൻ, അതായത് പുറത്തുനിന്ന് വരുന്ന ഭക്ഷണം അതിൽ ഇതുപോലത്തെ വിഷാംശം ഉള്ളത് തീർച്ചയായിട്ടും ഇതിന്റെ ഒരു കാരണമാണ്, ക്യാൻസേഴ്സ് കൂടുന്നതിന്റെ വലിയൊരു കാരണമാണ്. അല്ല, ഗംഗാധരൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലൊരു ലേഖനത്തിൽ ഞാൻ വായിച്ചിരുന്നു, അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ജൈവ രീതിയിൽ നമ്മൾ കൃഷി ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. എനിവേ, അപ്പൊ നമുക്കിനി നിങ്ങളുടെ റെൻഡേറ്ററി കോൺസെപ്റ്റിലേക്ക് പോവാം. സത്യത്തിൽ റെൻഡേറ്ററിയിൽ ഇതെല്ലാം അവോയ്ഡ് ചെയ്തിട്ടാണോ ഒരു ഫാമിംഗ് ആക്ടിവിറ്റി നടക്കുന്നത്? സോ ഇതില് നമ്മൾ അതിൻ്റെ അകത്ത് ലെസ് എക്സ്റ്റേണൽ ഇൻപുട്ട് എന്നാണ് പറയുന്നത്. ഈ മിനിമം വേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ പൂച്ചി പുഴു എന്ന് പറയുന്നുണ്ടല്ലോ, അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു റൗണ്ട് സ്പ്രേ ചെയ്യണം. അത് നിങ്ങൾ ബയോ കൺട്രോൾ ഏജൻസ് ആണ് ചെയ്യുന്നത്. അതിൽ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള കാർഷിക സർവകലാശാലയൊക്കെ അംഗീകരിച്ചിട്ടുള്ളത് മെഡിസിൻസ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ റേറ്റ് കൂടുതലാണ്. ഓക്കെ, അത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ഇതിന് ഏറ്റവും ആദ്യം തുടക്കത്തിൽ ഈ ഫ്ലവറിങ് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയമുണ്ടല്ലോ, അതിന് മുന്നേ നമ്മൾ ട്രീ വാഷിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ് ചെയ്യുന്നുണ്ട്. കാരണം അതിലും നേരത്തെ ഇരിക്കുന്ന കുറെ പൂച്ചയും പുഴുക്കളുണ്ട്. അതിനെ മൊത്തം എന്താണ് ഒന്ന് ക്ലീൻ ചെയ്ത് നിർത്തണം. ഓക്കെ, അതായത് ഫ്ലവറിങ് വരുന്നതിനും മുന്നേ നമ്മൾ ചെയ്ത് നിർത്തണം. അതല്ലെങ്കിൽ പ്രശ്നം, ഇത് വലിയൊരു പ്ലാന്റേഷൻ ആയതുകൊണ്ട് ഒരു പോയിന്റിൽ നിന്ന് സ്പ്രെഡിങ് തുടങ്ങിയാൽ നമുക്ക് ഇതിനെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇതിലെല്ലാം എന്ത് പറ്റും വെച്ചാൽ അവസാനം ഈ എന്താണ് മാങ്ങയ്ക്കുള്ളിൽ എന്തുണ്ടാവും, പുഴുണ്ടാവും. അത് നമ്മൾ അവോയ്ഡ് ചെയ്തില്ലെങ്കിൽ ഇതൊന്നും പ്രൊഡ്യൂസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. പറ്റില്ല. ശരിക്കും നമ്മൾ ഇതിനകത്ത് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ മാവിനുള്ളിലോട്ട് കയറി പോകുന്ന മെഡിസിൻസ്, അതായത് മാവ് കൂടുതൽ എന്താണ് ഫ്ലവറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം എന്താണ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. മണ്ണിലേക്ക് അപ്ലൈ ചെയ്യുന്ന കെമിക്കൽസ് ഉണ്ട്, അത് വേര് വഴി അകത്തോട്ടു. അത് നമ്മൾ അവോയ്ഡ് ചെയ്യും. നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലവറിങ് മാത്രമേ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. പിന്നീട് നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന ഹാർവെസ്റ്റിനെ അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുക, നമ്മൾ കസ്റ്റമറിലോട്ട് കൊണ്ടുപോകുന്നത്. എന്ന് വെച്ചാൽ അത് നാച്ചുറൽ, അതെ, കാർബൈഡോ മറ്റുള്ള ഒരു രീതിയിലുള്ള എക്സ്റ്റേണൽ ഏജന്റോ ഉപയോഗിച്ചിട്ടല്ല അതിനെ എന്ത് ചെയ്യുന്നത്, റൈപ്പനിങ് ആക്കുന്നത്. നമ്മൾ ആകെ ഉപയോഗിക്കുന്നത് കച്ചിയും കണിക്കൊന്നയുടെ ഇലയുമാണ്. അപ്പോൾ നിങ്ങൾ 120 days ആയിട്ടുള്ള നമ്മൾ 90% എബോ മച്യൂരിറ്റി എത്തുമ്പോഴാണ് നമ്മൾ കസ്റ്റമർക്ക് നേരിട്ട് കൊടുക്കാനുള്ള മാംഗോ പ്ലക്ക് ചെയ്യുന്നത്. നിങ്ങളൊരു കാര്യം പറഞ്ഞു, അതൊരു യാഥാർത്ഥ്യമാണ്. ഞാനും ഓർഗാനിക് ഫാമിംഗ് ചെയ്യുകയും അത്യാവശ്യം ഇക്കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആക്ടിവിറ്റീസ് ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സിന് പറഞ്ഞു കേരള പസങ്ങൾക്ക് ഇത് മതി, ഇത് പോതും എന്ന് പറഞ്ഞ പോലുള്ള അവസ്ഥയാണ്. അത് ചെറിയ സംഭവങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു ഫ്രൂട്ടുമേ ചെറിയ തരത്തിലുള്ള എന്തെങ്കിലും ഡോട്ട്സോ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് സൂപ്പർ മാർക്കറ്റിൽ വീണ്ടും അവിടെ വെക്കും. അതായത് ആൾക്കാർക്ക് ഇതിന്റെ സൗന്ദര്യം ഭയങ്കരമായിട്ട്, ഇത് കംപ്ലീറ്റ് ചെയ്യാം, സൗന്ദര്യം ഭയങ്കരമായിട്ട് നോക്കുന്നു. ഇതേപോലെ തന്നെ ഒരു വലിയൊരു പ്രശ്നം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ പ്രൈസിങ്. അതായത് നമ്മളിപ്പോ ഇങ്ങനെ ഗ്രോ ചെയ്യുന്ന ഒരു സാധനത്തിൽ നിങ്ങൾ പറഞ്ഞു, അതായത് 50 ടൺ പ്രൊഡക്ഷൻ വേണ്ടോടത്ത് നിങ്ങൾക്ക് 30 ടണ്ണാണ് കിട്ടിയുള്ളൂ. അതെ, ശരിക്കും ഇത്തവണ അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോ എത്ര പെർസെന്റേജ് കുറഞ്ഞു? അതാണ് കൊമേഴ്ഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ആലോചിക്കുന്ന ഒരാളെ കൊണ്ട് അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോ നിങ്ങളെ സംബന്ധിച്ചൊരു 40% ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. ഈ 40% കുറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 400 റേറ്റ് വരുന്ന എ ഗ്രേഡ് അൽഫോൺസോ 40% കൂട്ടി വിറ്റാലാണ് നിങ്ങൾക്ക് അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം ശരിക്കും ഒരാൾക്ക് മനസ്സിലാവും ആ ഒരു പ്രൈസിംഗ് ഒക്കെ കിട്ടുന്നുണ്ടോ? ഇപ്പൊ ആ പ്രൈസിങ് നമുക്ക് കിട്ടുന്നില്ല. മെയിൻ പ്രോബ്ലം ഇത് പെരീഷബിൾ ആണല്ലോ. അപ്പൊ ശരിക്കും ഞാൻ എന്തിനാണ് കൂടുതൽ ആളുകളെ ഇത് എഡ്യൂക്കേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ശരിക്കും ഇപ്പോൾ ഒരു 50 ടണ്ണൊക്കെ ഒരു പ്ലാന്റേഷനിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇത് വരുന്നത് ജസ്റ്റ് ഒരു എന്താണ് 30 to 45 ഡേയ്സ് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് ഇതിനെ മറ്റുള്ളവർക്ക് കൊടുത്ത് കൈമാറിയില്ലെങ്കിൽ നമ്മുടെ കയ്യിലിരുന്ന് തന്നെ നഷ്ടപ്പെടുത്തേ ഉള്ളൂ. അപ്പൊ അവിടെയാണ് ഈ പറഞ്ഞ മിഡിൽ മാൻ എന്ത് ചെയ്യുന്നത്, എല്ലാ ഗെയിമും കളിക്കുന്നത്. മിഡിൽ മാൻ അത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് വാങ്ങിക്കും. വാങ്ങിക്കാൻ നേരത്തെ അവർ ചെയ്യുന്നത്, നമുക്കൊരു ദിവസം 2.5 ടണ്ണാണ് എന്താ ആവറേജ് നമ്മൾ എന്ത് ചെയ്യും, 2.5 ടൺ 2 ടീം ഉണ്ടെങ്കിൽ 5 ടൺ എന്ത് ചെയ്യും ഒരു ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാർവെസ്റ്റ് എടുക്കാൻ പറ്റും. ഇവരത് വന്നിട്ട് മൊത്തം ഗ്രേഡ് ചെയ്യും. ഗ്രേഡ് ചെയ്തിട്ട് എ ഗ്രേഡിനെ എടുത്ത് അവർ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാവരും മിസ്ഫിറ്റ് എന്ന രീതിയിൽ വേറൊരു മാറ്റി വെക്കും. ലാസ്റ്റ് ടൈം ഞങ്ങൾക്ക് 2.5 ടൺ ഒരു ദിവസം ഫുൾ ഹാർവെസ്റ്റ് എടുത്ത് വന്നിട്ട് 1 ടണ്ണിൽ താഴെ അവർ സെലക്ട് ചെയ്യും, 1.5 ടണ്ണിന് മേൽ മാറ്റി വെക്കുകയും ചെയ്യും. അപ്പോൾ എന്നിട്ട് അവർ പറയുന്നത് അത് വേണമെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകാം, പക്ഷേ ഈ സെലക്ട് ചെയ്തെടുത്ത ഇതിന്റെ 40% തരാൻ പറ്റുള്ളൂ. ഒരു ഫാർമറുടെ സംബന്ധിച്ചോളം ഇത് പ്ലക്ക് ചെയ്ത മാങ്ങയ്ക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മാവിൽ നിൽക്കുമായിരുന്നെങ്കിൽ പിന്നെ നിർത്തിയിട്ട് വേറെ ആൾക്ക് വിൽക്കാമായിരുന്നു. ഇനിയിപ്പോ അത് കൊടുത്തു വിടാനേ പറ്റത്തുള്ളൂ. അപ്പൊ അവരത് എന്ത് ചെയ്യും, ഇവിടുന്ന് ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോയിട്ട് അവര് വീണ്ടും എന്ത് ചെയ്യും, ഒന്നുകൂടെ ഗ്രേഡ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യും, ഫ്ലാറ്റ് അവർക്ക് അവിടെ എന്ത് ചെയ്ത് ഒരു നല്ലൊരു ശതമാനം ലാഭം കിട്ടിക്കഴിഞ്ഞു. എന്നിട്ട് അതിനെ എക്സ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയി ആ രാജ്യത്തെ വിലയ്ക്ക് അത് വിൽക്കും. ആ രാജ്യത്തെ വില എപ്പോഴും അങ്ങനെ വലിയ രീതിയിൽ മാറുന്നില്ല. ഇവിടെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇവര് വില താഴ്ന്നു മാർക്കറ്റ് ഫെയിലായി എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നത്, ഫാർമറിനോട് താത്തി കൊണ്ടുപോകുന്നത്. ഇപ്പോ GCCയിലെ സൂപ്പർ മാർക്കറ്റിൽ ഞാൻ വാല്യൂ നോക്കിയപ്പോ എനിക്ക് തോന്നുന്ന 25 ദിർഹം, എത്രയാണ് ഒരു 26 ദിർഹം ആ ഒരു റേഞ്ചിലാണ് ഇപ്പോ ഈ മാസം. 25 ദിർഹം ഒക്കെയാണ് സീസണിലോട്ട് എത്തുമ്പോൾ. 25 ദിർഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600 രൂപ വിലയാണ് kg വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ ഹോൾസെയിൽ മാർക്കറ്റില് 70-60 രൂപയിലേക്ക് അങ്ങനെ അവർ എടുക്കാൻ തയ്യാറാവത്തുള്ളൂ. എന്നാലും ഇത് 600 അവിടെ സെല് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പുറത്തു പോകുന്നൊരു മാംഗോ അൽഫോൺസിയാണ്. കേരളത്തിൽ നിന്നല്ല, GCCയിൽ അതായത് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതിന്റെ അകത്ത്, കേരളമല്ല ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതിന്റെ അകത്ത് ഒരു വലിയ ശതമാനവും ഇതാണ്. കാരണം അവിടത്തെ മാർക്കറ്റിൽ ഇതാണ് ഏറ്റവും സൂപ്പർ പ്രൈസ്ഡ് ആയിട്ട് പോകുന്ന ഒന്നാണിത്. കാരണം അറബികൾക്കും ഈ മാംഗോ വളരെ ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ ബിസിനസ് എന്താണ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഈ മാംഗോ ഭയങ്കരമായിട്ട് എന്താണ് ഒരു സൂപ്പർ അക്സെപ്റ്റൻസ് ഉണ്ട്. അതെ. അപ്പൊ അതുകൊണ്ട് അത് മാത്രമല്ല മഹാരാഷ്ട്ര, വടക്കേ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇത് മാത്രമല്ല, അൽഫോൺസോ മാംഗോയുടെ പൾപ്പാണ് കോൾഡ് കൺട്രീസിലോട്ട് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, കയറി പോകുന്നത്. ഭയങ്കര ആരോമാറ്റിക് ക്വാളിറ്റി ഉണ്ട്. അതെ. അതുകൊണ്ട് ഇത് ഏറ്റവും കൂടുതലും മാനേജ് ചെയ്യുന്നത് മാർവാഡീസ് ആണ്. കാരണം അവർക്ക് അതിനെപ്പറ്റി നല്ല നോളജ് ഉള്ളത് കൊണ്ട് അവര് ഒട്ടുമിക്ക പ്ലാന്റേഷന് വന്നാൽ അവരെല്ലാം ലോക്ക് ചെയ്ത് വെക്കും. എല്ലാം ലോക്ക് ചെയ്ത് വെച്ചിട്ട് അതിന്റെ മാക്സിമം പ്രൊഡക്ഷനും അറ്റ് ദ ഏർലിയസ്റ്റ് അവരെടുത്ത് എന്ത് ചെയ്യും, അവരും കൊണ്ടുപോകും. അങ്ങനെയാണ് ഇവിടെ എന്താണ് മാർക്കറ്റിൽ അതിന് ഒരു പ്രൈസ് ഹൈക്ക് ഉണ്ടാവുന്നത്. ശരിക്കും അതുകൊണ്ട് കേരളത്തിൽ അതിന്റെ എ ഗ്രേഡ് ഒന്നും വരാറേ ഇല്ല. എ ഗ്രേഡ് എവിടെയും വരാറില്ല. അതെല്ലാം എക്സ്പോർട്ടിൽ പോകും. അപ്പൊ ബി ഗ്രേഡോ അല്ലെങ്കിൽ ചില സമയത്ത് സി ഗ്രേഡോ മാത്രമാണ് എന്ത് ചെയ്യുക, റീറ്റെയിലോട്ട് വരിക. കാരണം ഇവിടെ ആ ഒരു മാംഗോ വെറൈറ്റികളുടെ കൂട്ടത്തിൽ ഒരു വെറൈറ്റി ആയിട്ട് അതും കൂടെ എന്താണ് വരുന്നു എന്നല്ല. സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഒരു സെറ്റ് ഓഫ് വെറൈറ്റിക്കൊപ്പം ഇതും കൂടെ ഉണ്ടാവുന്നതല്ലാതെ ഇതിന്റെ ഒറിജിനൽ എന്ത് ചെയ്യുന്നില്ല, ഇങ്ങോട്ട് വരുന്നേ ഇല്ല. പക്ഷെ ഓൺലൈനിൽ പല ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പലർന്ന് വരുത്തി എന്താണ് നല്ല രീതിയിൽ കൺസെപ്ഷൻ ഉണ്ട്. കാരണം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പല പോർട്ടലുകള് ഇപ്പൊ അത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് പല കൊറിയർ കമ്പനികളും സമ്മർ സീസണില് നല്ല പാക്കിംഗ് ഒക്കെ. അതെ, സമ്മർ സീസണിൽ മാംഗോ മാത്രം എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൊറിയർ സർവീസുകളുണ്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനായിട്ട്. അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എന്താണ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം തന്നെ ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മുടെ കോൺസെപ്റ്റിലേക്ക് തിരിച്ചു വരാം. ഇപ്പൊ ഈ റെന്റ് ട്രീ ഇതുവരെ ചെയ്തതില് എങ്ങനെയാണ് കസ്റ്റമറുടെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? അതില് ആദ്യ ബാച്ച് ഒക്കെ അവർക്ക് കൊടുത്തില്ലേ? അതെ, അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് മാംഗോ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതാണ് അവരെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം. അപ്പൊ അവർക്ക് അറിയാം ഇത് ഇത്രയും ഒരാൾക്ക് ഒറ്റയ്ക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവരത് ചെയ്യുന്നത്, അവരത് ഗിഫ്റ്റിങ്ങിനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം ഇത് ഇത്രയും എന്താണ് സേഫ് ആയിട്ട് ഗ്യാരണ്ടി ആയിട്ട് ഡോക്യുമെന്റേഷനോട് കൂടി വരുന്ന ഒരു മാംഗോ അവർ മറ്റൊരാൾക്ക് ഗിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു ബോക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു 2000 ആവറേജ് 2000 വാല്യൂ ഉള്ള ഒരു ബോക്സ് ആണ് എന്ത് ചെയ്യുന്നത് ഫെലോ പീപ്പിൾസിന് ഗിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതെല്ലാവരും ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യുന്നുണ്ട്. അത് കൊടുക്കുന്ന വാല്യൂ ഭയങ്കര വലുതാണ്. ഓക്കെ പിന്നീട് അവർ ചെയ്യുന്ന വെച്ചാൽ ഇത് അവർ പ്രിസർവ് ചെയ്ത് ലാസ്റ്റ് ഇയറിൽ ഞാൻ കൊടുത്ത ഒരു ഫാമിലി ബാംഗ്ലൂരിൽ പ്രിസർവ് ചെയ്ത് ഇപ്പോഴും അവരുടെ എന്താണ് ഫ്രീ സ്റ്റോക്കാണ്, പൾപ്പാക്കി. അതെ, ആ പൾപ്പ് അവർ 1 കൊല്ലം എല്ലാ ഗസ്റ്റിനും അതാ കൊടുത്തത്. സോ അതൊക്കെ അവരത് പറയുമ്പോൾ അവരുടെ എക്സൈറ്റ്മെന്റ് കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ഓർക്കും ഇതിനൊക്കെ ഇത്രയും കാലം ലൈഫ്. അപ്പോ ഒരു ട്രീ ഇത്ര ഡസൻ
ഒരു ട്രീ നിങ്ങൾ എങ്ങനെയാണ് ഒരു സീസണിൽ റെന്റ് ചെയ്യുന്ന എത്ര എമൗണ്ടിനാണ്? സോ ഇപ്പൊ ഇതുവരെ നമ്മൾ ചെയ്തിരിക്കുന്നത് അതിന്റെ ഒരു 12,500 rupees ആണ് ആവറേജ് ഒരു ട്രീക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു kg പ്രൈസ് എത്ര വരുന്നുണ്ട് എ ഗ്രേഡ് മാംഗോ? അതായത് നിങ്ങൾ ഈ എക്സ്പോർട്ട് ക്വാളിറ്റി മാംഗോ, അതെ, എനിക്ക് തോന്നുന്നു എക്സ്പോർട്ട് ക്വാളിറ്റി എ ഗ്രേഡ് ഒക്കെ 900 വരെ സൂപ്പർ മാർക്കറ്റുകൾ വിലയുണ്ട് പുറത്ത് വളരെ വിലയിലാണ് അത് sell ആയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഒരു ഒതന്റിക് ഫാർമറുടെ, അതായത് 4 മാംഗോ 1 kg, അതല്ലേ? അതെ, അതാണ് അതിന്റെ ക്ലാസിക് സൈസ്. ഓക്കെ, 250 ഗ്രാം. അതെ, 250 ഗ്രാം ആണ് വരുന്നത്. എത്ര വരും? 250 to 350 ഗ്രാം ആണ് ഒരു അതായത് അതില് ജംബോ സൈസ് വരുന്നത് 350 ഗ്രാം ആണ്. പക്ഷെ അതില് സോഫ്റ്റ് ടിഷ്യൂസ് വരുന്നു പറയുന്നത്. സൈസ് കൂടുമ്പോഴും അങ്ങനെ ഒരു ഇഷ്യൂ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതില് അങ്ങനെ അത്രയും സൈസിലോട്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെ സംതിങ് റോങ്. എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ആവറേജ് 250 ഗ്രാം വരുന്ന മാംഗോസ് തന്നെയാണ്. നമ്മൾ വലിയ മാങ്ങ നോക്കിയിട്ടാണ് അതിപ്പോ ആളുകൾ ചൂസ് ചെയ്യുന്ന, ഒന്ന് സൈസ് കൂടുതലുണ്ടെങ്കിൽ എടുക്കാൻ ആളുകൾക്ക് ടെൻഡൻസി കൂടുതലാണ്. കളർ, അത് ഷേപ്പ്, അതിന്റെ കളർ, സ്കിൻ ടോൺ, പിന്നെ സ്കിന്നിൽ വേറെ സംഭവങ്ങളൊന്നും ഇല്ല, സ്പോട്ടുകളൊന്നും ഇല്ല. അതെ, അതെ. അപ്പൊ അതൊരു എസ്തെറ്റിക് ബ്യൂട്ടി കണ്ടിട്ട് വാങ്ങിക്കുന്ന അതൊരു സെയിൽസ് തന്ത്രമാണ്. എല്ലാവരുടെയും മനസ്സിലത് അവരങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള മാംഗോയ്ക്ക് വില കൂട്ടി വെച്ചിട്ട് അപ്പൊ അതിനെന്തോ എന്താണ് ക്വാളിറ്റി കൂടുതലായിരിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നുള്ളതിനെ പറ്റി ആരും അറിയുന്നില്ല. ഇപ്പോഴാണ് എല്ലാവരും വീഡിയോ ചെയ്തു തുടങ്ങിയത്. അപ്പൊ വീഡിയോസ് വന്നു തുടങ്ങിയപ്പോഴാണ് കുറച്ചെങ്കിലും ആളുകൾ അറിയാൻ തുടങ്ങിയത്. അതെ, ഈ തരത്തിലുള്ള പെസ്റ്റിസൈഡ്സ് ഇപ്പൊ പ്രേക്ഷകരോടായിട്ടാണ് പറയുന്നത്. ഒരു വലിയ രീതിയിലുള്ള പെസ്റ്റിസൈഡ്സ് അപ്ലൈ ചെയ്യുന്നതും ഇതൊക്കെ പല വ്ളോഗേഴ്സും വീഡിയോ കാണിക്കാൻ തുടങ്ങി. അപ്പോഴാണ് പലരും ഇത് മനസ്സിലാക്കുന്നത് ഇതൊക്കെയാണ് ഇതില് ഉപയോഗിക്കുന്നത്. അല്ല, അതിപ്പോ എന്താണ് ഈ മാംഗോ കൊണ്ടുവന്നിട്ട് നമ്മുടെ പവർ സ്പ്രേയർ അല്ലേ, ഇങ്ങനെ ഇത് അതില് സ്ട്രെയിറ്റ് അത് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു എന്താണ് അന്യസംസ്ഥാന തൊഴിലാളി നിൽക്കുകയാണ് അതിൻ്റെ അകത്ത്. ഓക്കെ, ഡെഡിക്കേറ്റഡ് ആയിട്ട്. അപ്പൊ അയാളുടെ ജോലി എന്ന് പറയുന്നത് എന്താണ്, ഓരോ ബോക്സും പാക്ക് ചെയ്യുമ്പോൾ അതിൽ ഇത് അടിക്കാൻ വേണ്ടി മാത്രം നിൽക്കുകയാണ്. അപ്പൊ അതിലൊരു രീതിയിലുള്ള എന്താണ് അവർ പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഇതിനെ വിൽക്കാൻ പറ്റത്തില്ല. മാർക്കറ്റ് അത്രയും ഡിമാൻഡ് ചോദിക്കുവാണ്, ഇന്ന സമയത്ത് ഇത്ര ടൺ എത്തണം. അപ്പം ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ മാത്രം ചിന്തിക്കുന്നവർ അങ്ങനെയാണ് അതിനെ എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക. അപ്പൊ അതിൻ്റെ അകത്ത് തമിഴ്നാട്ടിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, ഞാൻ അവരോട് ഒരു വട്ടം ചോദിച്ചു, ഇങ്ങനെ ഞാൻ കാർബൈഡ് അവർ വെക്കുന്നതിന്റെ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ അവർ എന്നെ ബ്ലോക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ബ്ലോക്ക് ചെയ്തു. അപ്പം ഓക്കെ, ഞാനത് പറഞ്ഞു, ഓക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു, ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അതിനുശേഷം ഇതെല്ലാം വെച്ചപ്പോൾ അവർ ഇത് കേരളത്തിലോട്ട് പോകാനുള്ള ബോക്സ് ആണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളപ്പം ഇതില് മാംഗോസ്, അപ്പൊ കുറച്ച് മാംഗോസ് ഇതിന് മുന്നേ അവരെന്ത് ചെയ്യുന്നു, ഒരു ബാഗില് തമിഴ്നാട്ടിൽ എല്ലാവരും ജോലിക്കും പറയും ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു സംഭവം കൊണ്ടുപോകും. അവരുടെ കണക്കിൽ അത് തന്നെ, അത്. അപ്പൊ അതിൽ അവർ കുറച്ച് മാംഗോസ് നേരത്തെ മാറ്റി വെച്ചിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ മാറ്റി വെച്ചതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അത് അവരുടെ പസങ്ങൾക്ക് കൊടുക്കാനുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതെന്താ, ഇത് കേരള പസങ്ങൾക്ക് ഇത് പോകും. ഓക്കെ, അപ്പൊ അവര് എന്താണ്, അവർക്ക് സ്കൂൾ എഡ്യൂക്കേഷൻ പോലും ഇല്ലാത്തവരാണ്. പക്ഷെ അവർ ഇതിന്റെ ഈ വർക്കെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ടും എന്ത് ചെയ്യും, സോപ്പിട്ട് കൈ കഴുകും. വേറെ ഒരു കാര്യത്തിലും അവർക്ക് അത്രയും നീറ്റ്നെസ് ഇല്ല. സോ ദേ നോ ഇറ്റ്സ് പോയ്സണസ്. ഓക്കെ, അവർക്ക് കുട്ടികൾക്കുള്ള എന്ത് ചെയ്തിട്ടുണ്ട്, അവര് നിലത്ത് വീഴുന്ന മാങ്ങയില്ലേ, അത് മരത്തിൽ നിന്നും പഴുത്ത് നിലത്ത് വീഴുന്ന മാങ്ങയാണ് അവരെന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. പിന്നെ അവര് ഏറ്റവും കൂടുതൽ എന്നെ ഇൻട്രസ്റ്റിംഗ് നോക്കിയത്, അവര് നമ്മുടെ സ്കുരൽ അണ്ണാനില്ലേ, അണ്ണാനെ അവര് അനിൽ എന്നാ പറയാ. അപ്പൊ അനിൽ തിന്ന മാങ്ങ എന്ത് ചെയ്യുക, കഴിക്കും. അവര് കഴിക്കും. അവർക്ക് അതിൽ ഒരു പേടിയില്ല. മലയാളിയൊക്കെ കൂടുതൽ ബുദ്ധി അണ്ണാനുണ്ട്. അപ്പൊ അണ്ണാൻ തിന്നിട്ടുണ്ടെങ്കിൽ അത് ബെസ്റ്റ് മാങ്ങയായിരിക്കും. ആ മാങ്ങയാണ് എന്ത് ചെയ്യുക, അവര് എന്താണ് തോട്ടത്തിൽ നിൽക്കുമ്പോൾ കഴിക്കുക. അത് തന്നെ അവരെന്ത് ചെയ്യും, കൊണ്ടുപോകുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് നല്ല മാങ്ങ കൊണ്ടുപോരെ? വേണ്ട, അവർക്ക് അനിൽ തിന്ന മാങ്ങ മതി. കാരണം അണ്ണാൻ തിന്ന മാങ്ങ മതി. അവരത് പഠിച്ചു, അവർക്കറിയാം എന്താണ് അതാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത്. അപ്പൊ അവര് എന്താണ് ഇത് ഇത്രയും വലിയ പോയിസണസ് ആയിട്ടുള്ള കാര്യമാണ് അപ്ലൈ ചെയ്യുന്നത് അവർക്കറിയാം. പക്ഷെ അതിന്റെ കോമ്പിനേഷൻ എന്താണോ, അതിന്റെ പേരെന്താന്ന് പോലും അവർക്കറിയില്ല. പക്ഷെ ഇതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. അപ്പൊ ഞാൻ പ്രേക്ഷകരോടൊരു കാര്യം പറയാണ്, പണ്ട് നമ്മള് നിർവൃതിയോടുകൂടി കഴിച്ചിരുന്ന, നമ്മുടെ തൊടിയിൽ നിന്നിരുന്ന മാവിൽ നിന്ന് പറിച്ച് കഴിച്ചിരുന്ന മാമ്പഴം, അത് കിളികളും അണ്ണാനും ഈ പറഞ്ഞ പോലെ എല്ലാവരും കഴിച്ചിരുന്നതോടൊപ്പം നമ്മളും കഴിച്ചിരുന്നു. ആ കാലഘട്ടം മാറി. ഇന്ന് ഇപ്പോ ചെറുകിട കർഷകർ സത്യത്തിൽ ഇതിലില്ല. ഈ ഫാമിംഗ്, മാംഗോ ഫാമിംഗ് ആക്ടിവിറ്റി അത് എസ്റ്റേറ്റ് ആയിട്ട് മാറി. ടീ എസ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ മാംഗോ എസ്റ്റേറ്റുകളായിട്ട് മാറി. പലപ്പോഴും നമ്മൾ കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ കേരളത്തിൽ തന്നെ മുതലമട അല്ലെങ്കിൽ അട്ടപ്പാടികളിലേക്ക് അത്തരം എസ്റ്റേറ്റുകൾ വന്നു കഴിഞ്ഞു. ലാർജ് സ്കെയിലുള്ള ഫാമിംഗ് ആണ് ഇപ്പോൾ ഈ മാംഗോ ഇതിൽ നടക്കുന്നത്. അതും വാല്യൂ ഏറ്റവും കൂടുതൽ കിട്ടാവുന്ന ഇനങ്ങളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്, എക്സ്പോർട്ടിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട്. പക്ഷെ എക്സ്പോർട്ടിൽ പോകുന്ന ക്വാണ്ടിറ്റിയിൽ ഒരിക്കലും ഇവർ ഇത്തരം പ്രശ്നങ്ങൾ
ചെയ്യാറില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. കാരണം സൗദി അറേബ്യയിൽ നിന്ന് ഏലൊക്കെ റിട്ടേൺ വന്നു ഹെവി പെസ്റ്റിസൈഡ് ആയിട്ട്. അപ്പൊ അതിനുശേഷം ഇതിലൊരു ഭയം വന്നിട്ടുണ്ട്. അല്ല അവിടെ അവർ ഒക്കെ പ്രൈസ് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് അവർക്ക് എന്താണ് ഈ പറഞ്ഞ പെരീഷബിൾ ലോസിനെ കൂടെ മാനേജ് ചെയ്തുകൊണ്ട് എന്താണ് അവർ ബെസ്റ്റ് ഇവിടെ അവിടെ സപ്ലൈ ചെയ്യാൻ തയ്യാറാണ്. പല വലിയ ലാർജ് സ്കെയിൽ എസ്റ്റേറ്റുകൾ പലതും എക്സ്പോർട്ട് ഓറിയന്റഡ് 100% EOU എക്സ്പോർട്ടിന് വേണ്ടി മാത്രം ഫ്രൂട്ട് എടുക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. ബാക്കിയുള്ളത് വന്നിട്ട് പൾപ്പിലേക്ക് അവർ വിടും എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉമേഷ് ചെയ്യുന്നത് ഒരു വളരെ ജനോപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമുക്കൊരു മാങ്ങ, ഒരു റെന്റ് ട്രീ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് റെന്റ് ട്രീ ഒന്നും വേണമെന്നില്ല. ഇപ്പൊ ഞാൻ ഈ ഉമേഷിനെ ഈ ദിവസങ്ങളിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാല് എറണാകുളം ലുലുവിന്റെ അവിടെ വന്നിട്ട് ഒരു വണ്ടിയില് ബോക്സിൽ ഇങ്ങനെ മാംഗോ വന്നിട്ട് ഓരോരുത്തർക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് അടുത്തിടെ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഫാമിൽ വെച്ച് ഷൂട്ട് ചെയ്തൊരു വീഡിയോ വൈറലായി. ആ വൈറലായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ലോറി കണക്കിന് മാംഗോ ബാക്കിയുള്ള, അതായത് നിങ്ങൾ ഈ റെന്റ് ട്രീ കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള എത്ര പ്ലാന്റ് ഉണ്ടെന്ന് പറഞ്ഞത്? 10,000+ പ്ലാന്റ് ഉണ്ട്. 10,000 കൂടുതൽ പ്ലാന്റുകൾ ഉണ്ട്. അതില് 10% റെന്റ് ട്രീക്ക് പോയിട്ടുള്ളൂ. അല്ല, നമ്മളിപ്പോ 1% കൊടുത്തിട്ടുള്ളൂ. 10% വരെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി വരുന്നത് നമുക്ക് ഹോൾസെയിലിൽ തന്നെ കൊടുക്കാനേ പറ്റൂ. കാരണം നമുക്ക് 30 to 45 ഡേയ്സ് കൊണ്ട് ഇത്രയും വോളിയം ഇങ്ങോട്ട് വരും. ഓക്കെ, അപ്പൊ അതില് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, അവര് നമ്മുടെ നിന്ന് വാങ്ങിക്കാൻ വരുന്നവര് നമ്മളോട് ഇങ്ങനെയാണ് എന്ത് ചെയ്യുക ബിഹേവ് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ നിന്ന് അവരുണ്ടാക്കുന്ന ലാഭം വേറൊരു രീതിയിലാണ്. ഓക്കെ, ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ഇവർ എന്ത് ചെയ്യും, നമ്മളോട് ബിഡ് ചെയ്ത് എടുത്തുകൊണ്ട് പോകും. കാരണം നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അവർക്കറിയാം. എനിക്ക് സ്വന്തമായിട്ടൊരു പൾപ്പ് മേക്കിംഗ് ഫാക്ടറി ഉണ്ടായിരുന്നെങ്കിൽ ഇത് എനിക്ക് ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ പൾപ്പിന് പോകുന്ന മാംഗോ വളരെ റേറ്റ് കുറച്ചിട്ടാണ് കമ്പനികൾ. അതെ. അപ്പൊ അവർ ചെയ്യുന്ന അത് വേറൊരു ലെവൽ ബിസിനസ് ആണ്. അപ്പൊ ഇതില് ഉമേഷ് ചെയ്തൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാല്, ഇത്രയ്ക്ക് റിസ്ക് എടുത്തിട്ട് അവിടുന്ന് ഇത് വണ്ടിയിൽ കൊണ്ടുവന്ന് ഇവിടെ ആൾക്കാർ ചോദിച്ച ആൾക്കാർക്ക് മുഴുവൻ അത് പ്രീ ബുക്ക് ചെയ്ത ബോക്സുകൾ മാത്രമേ അങ്ങനെയാണ് വന്നത്. അതെ. അപ്പൊ അതായത് ഞങ്ങൾക്ക് ഇപ്പൊ അയച്ചു കൊടുക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈം ആയിരുന്നതുകൊണ്ട് എല്ലാവരും ചോദിച്ചു. നമ്മൾ 3 കിലോയുടെ ഒരു ബോക്സ് എന്ത് ചെയ്തു കൊടുത്തു. എന്റെ ആ ബോക്സ് എന്തെങ്കിലും സാമ്പിൾ. ഓക്കെ, ഇത് റെന്റ് ട്രീയുടെ ലോഗോ ഒക്കെയുള്ള ബോക്സ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനൊരു ബോക്സ് ആണ് വരുന്നത്, കൊറിയർ ചെയ്യുന്നുണ്ട്. അതെ. അപ്പോ നമുക്ക് വിഷരഹിത ഭക്ഷണം സത്യത്തിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് കിട്ടാൻ. ഇപ്പോ രോഗം വന്ന മരുന്ന് കഴിച്ചാൽ പോരെ എന്നുള്ള രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ആൾക്കാരുടെ ഇരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പൊ ഈ ഒരു സംരംഭം സത്യത്തിൽ നിങ്ങളൊരു വളരെ എന്താ പറയാ, ജനങ്ങൾക്ക് വേണ്ടി ജനോപകാരപ്രദമായിട്ട് ആ ഒരു ചിന്തയോട് കൂടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു സംരംഭം നടത്തുന്നു. നിങ്ങളെ പോലത്തെ ഒരു ചെറുപ്പക്കാരൻ കൃഷിയിലേക്ക് വരുന്നു. കാരണം ഇപ്പൊ ചെറുപ്പക്കാരെല്ലാം കാനഡയിലേക്കും എല്ലായിടത്തേക്കും പോകുന്നതിനിടയിൽ നിങ്ങളെ പോലെ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആള് കൃഷിയിലേക്ക് വരുന്നു, ഇത്തരം ഒരു സംരംഭം കൊണ്ടുവരുന്നില്ല. അതിപ്പോ ഞാൻ ചെയ്തില്ലെങ്കിലുണ്ടല്ലോ, ഇതേ മാംഗോ നമ്മുടെ പ്ലാന്റേഷനിൽ നിന്ന് ഏറ്റവും വില കുറച്ചെടുത്തിട്ട് അവരുടെ ഗോഡൌണിൽ കൊണ്ടുവച്ചിട്ട് ഇതേ കേരളത്തിൽ തന്നെ ഇവിടുത്തെ എല്ലാ റീറ്റെയിൽ ഷോപ്പിലും അവര് തന്നെ കൊണ്ടുവന്ന് വെക്കും. ഇതേ ആൾക്കാർ തന്നെ അവിടെ പോയി ആ പൈസ കൊടുത്ത് വാങ്ങിച്ച് വീട്ടിൽ വാങ്ങിച്ച് കഴിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താണ് നേരിട്ട് ആളുകളോട് എന്ത് ചെയ്തു, ഇങ്ങനെ അതായത് ഇപ്പൊ മാംഗോ ആയതിനു ശേഷം ഞാൻ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞാൽ ആരൊക്കെ ഇതിനെ കേൾക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് മാവ് പൂ എടുക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞത്, ആ മാവിലെ മുഴുവൻ മാംഗോയും ഞാൻ നിങ്ങൾക്ക് തരാം. ഓക്കെ, നിങ്ങൾ അതിന് ആ മാവിനെ ഒരു വർഷം കെയർ ടേക്ക് ചെയ്യാൻ ആവശ്യമായ എമൗണ്ട്. കാരണം അതിൽ അവർക്ക് കിട്ടുന്ന ഹാർവസ്റ്റിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ആ മുടക്കിയ പൈസയുടെ ഒരു 4-5 ഇരട്ടിയാണ്. അത് അവർ മൊത്തത്തിൽ കൺസ്യൂം ചെയ്യുകയാണോ അവര് മറ്റെന്ത് രീതിയിലോട്ട് മാറ്റുന്നുള്ള അവരുടെ എന്താണ് സ്വന്തം ഐഡിയപ്പെട്ട കാര്യമാണ്. ഈ എ ഗ്രേഡ് മാംഗോ, ഇത്രയും പ്രൈസ് ഉള്ള ഒരു മാംഗോ വന്നിട്ട് എത്ര kg വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്? ഏകദേശം നമ്മൾ 45 to 60 kg ആണ് ഒരു ട്രീയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഞങ്ങളൊരു ട്രീയിൽ പറയുമ്പോ തന്നെ അതെ, ഒരു ട്രീയില് നമ്മൾ 30 kg ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ട്രീക്ക് ഞങ്ങൾ ഒരു ട്രീയെ ബാക്കപ്പ് വെച്ചിട്ടുണ്ട്. നമ്മൾ ട്രീയെ ഇൻഷുറൻസ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളാണ്. അതുകൊണ്ട് ഒരു ട്രീക്ക് ഞങ്ങൾ ഒരു ട്രീ ബാക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ട്രീ ഡാമേജ് ആയാലും നിങ്ങൾ അതായത് അതിനകത്ത് അറിയാലോ, റെന്റ് ട്രീ അല്ല, റെന്റ് ടു ട്രീ ആണ്. നമ്മൾ 200% ഗ്യാരണ്ടി കൊടുക്കുന്നത്. അതായത് ഒരു ട്രീക്ക് വരാവുന്ന പ്രശ്നം വെച്ചാൽ കൊമ്പൊടിഞ്ഞു പോവാം. അതായത് കൂടുതൽ നമുക്ക് ഉണ്ടെങ്കിലും കൊമ്പൊടിഞ്ഞ് എപ്പോ വേണമെങ്കിലും പോവാം, നമുക്ക് പ്രതീക്ഷിക്കാതെ. അതുപോലെ തന്നെ ലൈറ്റനിങ് സംഭവിച്ചാൽ ഒരു ട്രീ തന്നെ കരിഞ്ഞു പോവാം. ഓക്കെ, അപ്പൊ എങ്ങനെ വന്നാലും അവർക്ക് എന്താ വേണ്ട നഷ്ടം ഉണ്ടാവില്ല. ഒരു ട്രീ എപ്പോഴും ബാക്കപ്പ് ആണ്. സപ്പോസ് മറ്റെന്തെങ്കിലും ഒരു കാരണം ഒരു ട്രീയുടെ പ്രൊഡക്ഷൻ താന്നു പോകാന്ന് വിചാരിച്ചു, അപ്പോഴും അതിനെ ബാക്കപ്പ് ചെയ്യുന്നത് അയാളെ ബാക്കപ്പ് ട്രീ ആണ്. അപ്പൊ ഈ പറഞ്ഞ മിനിമം ഗ്യാരണ്ടി അവർക്ക് എപ്പോഴും കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പം ഏറ്റവും ബെസ്റ്റ് ട്രീക്ക് വേണ്ടിയിട്ട് ഒരു സപ്പോസ് ആവറേജ് ഞങ്ങൾ 7,500 മുതലാണ് എന്ത് ചെയ്യുക
അവരോട് അഫോർഡബിലിറ്റിക്ക് അനുസരിച്ചുള്ള ട്രീ ആണ് ഇനി എന്ത് ചെയ്യുക നമ്മൾ കൊടുക്കുക. ഞങ്ങൾ ആദ്യം കൊടുത്തപ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ട്രീ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അങ്ങോട്ട് സജസ്റ്റ് ചെയ്യായിരുന്നു. ഇനി ഇപ്പൊ നമുക്ക് എല്ലാത്തിനും ഡോക്യുമെന്റേഷൻ ഉണ്ട്, ട്രീക്ക് ഒരു ട്രീയുടെ സ്റ്റോറി ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പൊ നിങ്ങളിപ്പോ സത്യത്തിൽ നിങ്ങൾ ഒരു ചുവട് വിജയിച്ച് നിൽക്കുകയാണ്. അതെ, കാരണം നല്ല ഭയം ഉണ്ടായിരുന്നു. അതിൽ എന്തായാലും ഞാൻ ഇത് പറഞ്ഞ എല്ലാം ഏതൊക്കെ മലയാളിയോട് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടോ അന്ന് ഞാൻ ആദ്യം കേട്ടത് ആട് തേക്ക് മഞ്ചിയാണ്. ഓക്കെ, അപ്പൊ ഇത് ആരും വിശ്വസിക്കത്തില്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആട് തേക്ക് മാഞ്ചി, അത് കഴിഞ്ഞ് സോളാർ വന്നു. പക്ഷെ ഇപ്പൊ ഇന്ന് നല്ല ആൾക്കാർ സോളാറിന് പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ആദ്യം എക്സ്പെരിമെന്റ് ചെയ്തത് ഒരു 5 ഏക്കർ ലാൻഡിലാണ്. അന്ന് ഒരു കസ്റ്റമറായി വന്ന ഒരു 20 പേരുണ്ട്. അവരാണ് ശരിക്കും ഇതിന്റെ എല്ലാം. കാരണം അവരന്ന് അങ്ങനെ ഒരു സപ്പോർട്ട് തന്നില്ലായിരുന്നെങ്കിൽ ഈ കോൺസെപ്റ്റ് അന്നേ അബോളിഷ് ആയി പോയി. സോ അന്ന് 20 പേരെ ഉണ്ടായിരുന്നുള്ളൂ, ആ 20 പേര് 100ആയി. ഓക്കെ, ഇപ്പോ ഈ വീഡിയോ വൈറലായപ്പോ 100 കണക്കിന് ആളുകളാണ് ഇപ്പൊ ട്രീ റെന്റ് ചെയ്യാൻ ഞങ്ങളെ കൊണ്ടോ ഇപ്പോഴേ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, അതിൻ്റെതായ ഒരു സൈക്കിൾ ടൈം ഉണ്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, നിങ്ങളുടെ ഭാര്യ കുടുംബം മാംഗോ ബിസിനസ്സിൽ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. കാരണം ഇതിന്റെ ഭാഗമായിട്ട് വന്നത്. ഞാൻ ഹാഫ് ടൈം ഗോവയിലാണ് സ്റ്റേ ചെയ്യുന്നത്. അതെ. നിങ്ങൾ രത്നഗിരി ആ ബെൽറ്റ് ആണല്ലോ ഈ അൽഫോൺസ്. അതെ. അപ്പൊ അതും എന്നെ ഏറ്റവും കൂടുതലും സപ്പോർട്ട് ചെയ്ത ഫാക്ടറാണ്. കാരണം അവരുടെ ഇൻഫ്ലുവൻസ് കാരണം അവരാണ് എന്നെ ഇതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞത്. ഇത് എന്താണ് ഈ മാംഗോ ഇങ്ങനെ. ഞാൻ അവിടെ നിൽക്കുന്ന സമയത്താണ് കൂടുതൽ ട്രൈ ചെയ്തത്. അപ്പം എന്റെ ബെറ്റർ ഹാഫാണ് ഇപ്പൊ എനിക്ക് ടെക്നിക്കലി ഒരു കോഫൗണ്ടറായിട്ട് എന്റെ കൂടെ ഉള്ളത്. അവരാണ് എനിക്ക് കൊങ്കൺ റീജിയനിലുള്ള എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുന്നത്. കാരണം ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ചെന്ന ആളാണ്. ഓക്കെ, അപ്പൊ ആ കൊങ്കൺ റീജിയനിലോട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മുഴുവനും അവരാണ്. പക്ഷെ എനിക്ക് ഫോർച്ചുനേറ്റ്ലി ഇവിടെ ഒരു അവസരം കിട്ടി. തമിഴ്നാട്ടിൽ ഒരു വലിയ പ്ലാന്റേഷൻ കിട്ടി, അത് ഡിണ്ടിഗലിലായിരുന്നു. അതുപോലെ പാലക്കാട് 2 പ്രോപ്പർട്ടികൾ കിട്ടി. അതും ഈ കോൺസെപ്റ്റിനെ ഇഷ്ടപ്പെട്ട ഒരാൾ, അതെ, അത്ര ആൾക്കാരെ വരുള്ളൂ അതിലേക്ക്. അതെ, ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യായിരുന്നു. നിങ്ങൾ ഡിണ്ടിഗലിലെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത അതിന്റെ ലാൻഡ് ഓണർ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. കാരണം അയാള് നോക്കുന്നത് എന്താ വെച്ചാൽ നല്ല സാധനം ആൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ അനുഗ്രഹം കിട്ടും എന്നുള്ള രീതി. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, ഇതുവരെയും അവർക്ക് ലാൻഡ് അവർക്ക് ഇത്രയും വലിയ ഇതിനെ നേരിട്ട് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ എല്ലാ വർഷവും അവര് ലീസിങ്ങിനും ബിഡിങ്ങിനും പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് തന്നെ അറിയാം ഈ ട്രീയെ പരമാവധി ടോർച്ചർ ചെയ്ത് അതിന്റെ ഈൽഡ് മുഴുവൻ അവർ കൊണ്ടുപോവുകയാണെന്ന് അവർക്കറിയാം. പക്ഷേ ഇതിന്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടീം വരുന്നോടം വരെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു കാര്യം അദ്ദേഹത്തിനോട് ചോദിച്ചു. എന്റെ കയ്യിൽ ഇങ്ങനെ ഒരു ഐഡിയ വന്നു, സാറിനോട് സംസാരിച്ചപ്പോൾ സാർ പറഞ്ഞു, ഓക്കെ, ഐ എം ടേക്കിംഗ് ദ റിസ്ക്. അതായത് തനിക്ക് വേണ്ടി ഞാൻ ഈ റിസ്ക് എടുക്കുകയാണ്. ഞാൻ നിലവിലുള്ള കോൺട്രാക്ടിങ് കമ്പനിയെ മാറ്റുന്നു. നിങ്ങൾ 1 വർഷം ഇത് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്കൊരു റിസൾട്ട് ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ട് അതിൽ വർക്ക് ചെയ്തത്. അതിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ബ്രേക്ക് ത്രൂ എത്തിയിരിക്കുന്നു. ഈ ഹാർവസ്റ്റ് സീസൺ നമുക്ക് എല്ലാം കൊണ്ടും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. അപ്പോൾ പ്രേക്ഷകരോട് പറയാണ്, ഈ ഒരു യുവാവ് അഗ്രികൾച്ചർ ഒരു മേഖലയിലേക്ക് വരികയും ഇത്ര ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരികയും അത് വലിയ റിസ്ക് ഉള്ളൊരു മേഖല, പ്രത്യേകിച്ചും ഈ പറഞ്ഞ പോലെ ഓർഗാനിക്കലി ഗ്രോൺ എന്നൊക്കെ പറഞ്ഞിട്ട് മാംഗോ ഇൻഡസ്ട്രിയിൽ വരിക എന്നൊക്കെ പറഞ്ഞ ഇക്കാലത്ത് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വന്ന് ഇത്തരം ഒരു റിസ്ക് എടുത്തിട്ട് അദ്ദേഹം അത് ഇപ്പോൾ ആദ്യ സ്റ്റെപ്പ് വിജയമായിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെങ്കിലാണ് നമ്മുടെ മക്കൾക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അതാണ് എനിക്ക് ഈ പ്രൊജക്റ്റിൽ ഉണ്ടായ ഏറ്റവും വലിയൊരു താല്പര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം സംരംഭത്തിന് നിങ്ങൾ കൂടെ നിൽക്കുക. ഇതിന് എല്ലാവിധ ട്രാൻസ്പെറൻസി അദ്ദേഹം പറയുന്നുണ്ട്. ഇനി അതൊന്നും പറ്റിയില്ല, നിങ്ങൾക്കൊരു പ്ലാന്റേറ്ററി കോൺസെപ്റ്റിന് നിങ്ങൾക്ക് ഭയമാണ്, ആട് തേക്ക് മാഞ്ചിയും ഭയമുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഇത്തരം ഫ്രൂട്ട് വാങ്ങി കഴിക്കാനെങ്കിലും ശ്രമിക്കുക. സാറിന് വേണമെങ്കിൽ അതിനൊരു മാംഗോ എടുത്ത് കാണിക്കാം. ഓ പ്ലീസ്. അപ്പോൾ ഇതാണ് അൽഫോൺസ മാംഗോ. കൊള്ളാം. അതിന്റെ സ്മെല്ലാണ് സാർ നമ്മളെ തുറന്നപ്പോ തന്നെ നമ്മൾ ഈ പൈനാപ്പിളൊക്കെ വാഴക്കുളത്ത് കൂടെ പോകുമ്പോൾ പൈനാപ്പിളിന്റെ സ്മെല്ലൊക്കെ ഉള്ള പോലെ. അപ്പോൾ എന്തായാലും ഈ സംരംഭം ഒരു വൻ വിജയമാവട്ടെ. ഇത്തരം മാങ്ങ മാത്രമല്ല, നിങ്ങൾ ഇത്തരം ഫ്രൂട്ട്സിന്റെ പല മേഖലകളും കെടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളവിടെ ഓറഞ്ച് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പലരും ക്യാൻസർ പേഷ്യൻസ് ഒക്കെ കഴിക്കുന്ന ഒരു ഫ്രൂട്ടാണ് അനർ. അനറിന്റെ തോട്ടത്തിലൂടെ ഞാൻ പോയി. അതിനുശേഷം എനിക്ക് അനർ കഴിക്കാൻ ധൈര്യമില്ല. അപ്പോ ക്യാൻസർ വന്നൊരു വ്യക്തി ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന അനർ പോലെയുള്ള ഒരു സാധനം
അത് വീണ്ടും അടുത്ത ക്യാൻസറിന് കാരണമാക്കുന്ന രീതിയിലാണ് ഇതിനെ ഒളിപ്പിക്കുകയാണ്. അതെ, അതായത് KGയിൽ വിറ്റ് തീർക്കുക എന്ന് പറയുന്നിടത്ത് കൊമേഴ്ഷ്യൽ പോയിന്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും ഉണ്ടല്ലോ ഒരു ട്രീയുടെ ഓണർഷിപ്പ് എടുത്തിട്ട് അതിൽ കൃത്യമായിട്ടും അവരവരുടെ റൈറ്റ് യൂസ് ചെയ്യുക. അതായത് മറ്റൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മറ്റൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അവർ അതിൽ നിന്ന് കിട്ടുന്ന ഹാർവസ്റ്റിനെ അവരുടെ പിയർ ഗ്രൂപ്പിലോട്ട് കൊടുക്കുക. അപ്പോ ഇങ്ങനെ എന്താണ് ആ ഓണർ ഒരു പ്ലാന്റേഷൻ ഓണറിൽ നിന്നും എന്താണ് നമ്പർ ഓഫ് ഓണർ, ആ നമ്പർ ഓഫ് ഓണറിൽ നിന്നും അവരുടെ പിയർ ഗ്രൂപ്പിൽ എല്ലാവർക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ട് കിട്ടും. അതാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അതെ, അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ഇത് ഒരു നല്ല മാങ്ങ, ഇനി നല്ല പല ഫലങ്ങളും, ഇപ്പൊ നല്ല പൈനാപ്പിള്, ഇതുപോലെ പല സംഭവങ്ങളും നമ്മൾ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നാറുണ്ട്. ഇത് എങ്ങനെ ഇപ്പൊ ഈ അവക്കാഡോ ഒരു കാലഘട്ടത്തിൽ വലിയ കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടു പോയിരുന്നു. ഇപ്പൊ അവക്കാഡോ പ്രശ്നം തുടങ്ങിയെന്ന് കേട്ടു. കൊമേഴ്സ്യൽ രീതിയില് വെറൈറ്റികൾ എടുക്കാൻ തുടങ്ങിയപ്പോൾ അവിടെയും ഈ ഒരു എല്ലായിടത്തും വന്നു തുടങ്ങിയിട്ടുണ്ട്. അതെ, അപ്പൊ എന്തായാലും നിങ്ങൾ ഈ മാങ്ങയിൽ നിന്ന് ഇത് പലതിലേക്കും പല ഫ്രൂട്ട്സിലേക്കും മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് മണി ആൻഡ് മൈൻഡ് സെറ്റിന്റെ ഈ എപ്പിസോഡ് ഇവിടെ നിർത്താം.